ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വൺ പ്ലസിൻ്റെ അപ്കമിങ് സീരീസ് ആയിട്ടുള്ള OnePlus 8 സീരീസിലെ 3 സ്മാർട്ട് ഫോണുകളുടെയും വിശേഷങ്ങളാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് ലീക്സിൻ്റെയും അതുപോലെ തന്നെ റൂമേഴ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ്. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് മിക്കവാറും പല ചേഞ്ചസും വരാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും നമുക്ക് ഏകദേശം കൺഫേം ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തതിന് ശേഷമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ഇത് ഫേക്ക് ആണെന്ന് കമൻറ്റ് ചെയ്യരുത്. ഓഫ് കോഴ്സ് നമ്മൾ സ്മാർട്ട് ഫോണുകൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ടൈമൊന്നും വേസ്റ്റ് ചെയ്യാൻ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പുറത്ത് വരുന്ന ഒരു ബെൽ ഐക്കണോണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. സോ ഫ്രണ്ട്സ്, വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്ന് കൺഫേം ആയിട്ടുള്ള ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് OnePlus 8 സീരീസിൽ വരുന്ന എല്ലാ സ്മാർട്ട് ഫോണുകളിലും 5G സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെയാണ്. സോ അത് OnePlus തന്നെ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ ആദ്യമായിട്ട് നമ്മൾ OnePlus 8 സീരീസിലെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 8 ലൈറ്റ് എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷമാണ് നോക്കുന്നത്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6.4 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ Redmi Note 9 സീരീസിൽ കണ്ടിട്ടുള്ള ആ ഒരു സെൻറ്റർ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ 90 Hz റിഫ്രഷ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ കർവ്ഡ് ഡിസ്പ്ലേ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നില്ല. ഇതിലൊരു ഫ്ലാറ്റ് ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് MediaTekൻ്റെ ചിപ്സെറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. MediaTek Dimensity 1000 എന്ന ചിപ്സെറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിലും നമുക്ക് 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ തന്നെ 8GB റാം ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കൊടുത്തിട്ടുള്ളത്. ഒപ്പം ഇന്റർണൽ സ്റ്റോറേജ് നമുക്ക് 128GB-യും 256GB-യും ലഭിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയർ സൈഡിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. നമ്മുടെ സാംസങ്ങിലൊക്കെ കണ്ട ആ ഒരു സെയിം ക്യാമറ പാറ്റേണിലാണ് ഈ ഒരു OnePlus 8 ലൈറ്റ് എന്ന സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. പ്രൈമറി ആയിട്ട് നമുക്ക് 48 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസറാണ് ലഭിക്കുന്നത്. പിന്നെ ഒരു 16 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസും ഒപ്പം 12 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ലെൻസും പിന്നെ ഒരു LED ഫ്ലാഷും കൂടി അങ്ങനെ ഒരു ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പിലാണ് OnePlus 8 ലൈറ്റ് എന്ന സ്മാർട്ട് ഫോൺ വരുന്നത്. ഇനി നമ്മൾ സെൽഫി ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16 മെഗാ പിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററിയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4000 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. ഒപ്പം 30 വാട്ട്സിൻ്റെ ഒരു റാപ്പ് ചാർജിങ്ങും ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാ സ്മാർട്ട് ഫോണുകളുടെയും പ്രൈസ് ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് OnePlus 8 എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ്. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 6.5 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. അതുപോലെ തന്നെ ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ OnePlus 7 സീരീസിലൊക്കെ കണ്ട ആ ഒരു സെയിം ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിലും വരുന്നത്. പിന്നെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. പക്ഷേ സെൻറ്റർ പഞ്ച് ഹോൾ അല്ല ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് സെൽഫി ക്യാമറ ലെഫ്റ്റ് സൈഡിലാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് കർവ്ഡ് ഡിസ്പ്ലേ ലഭിക്കുന്നതാണ്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് Qualcomm Snapdragon 865 ഒക്ടാ-കോർ പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ എല്ലാ സ്മാർട്ട് ഫോണിലും Android 10 ബേസിലാണ് റൺ ചെയ്യുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് റാം 3 വേരിയൻസിൽ അവൈലബിൾ ആണ്. 6GB റാം, 8GB റാം ആൻഡ് 12GB. അതുപോലെ തന്നെ ഇന്റർണൽ സ്റ്റോറേജ് 128GB-യും 256GB-യും അവൈലബിൾ ആണ്. ഇനി നമ്മൾ ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്കൊരു ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. പ്രൈമറി 48 മെഗാ പിക്സൽ, പിന്നെ 16 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ്, 12 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ലെൻസ്. പക്ഷേ നമ്മുടെ OnePlus 8 ലൈറ്റിൻ്റെ ആ ഒരു ക്യാമറ സെറ്റപ്പ് അല്ല ഇതിൽ. നമ്മുടെ 7 പ്രോയിലൊക്കെ കണ്ട അതേ ഒരു ക്യാമറ ഡിസൈൻസ് തന്നെയാണ് OnePlus 8ലും നൽകിയിട്ടുള്ളത്. സെൽഫി ക്യാമറയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 32 മെഗാ പിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത്.
ബാറ്ററിയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4000 mAh തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ബാറ്ററി വരുന്നത്. ഒപ്പം 30 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി ഗായ്സ്, നമ്മുടെ വൺ പ്ലസിൻ്റെ പ്രോ വേർഷൻ ആയിട്ടുള്ള OnePlus 8 Pro എന്ന സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.65 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. അതുപോലെ തന്നെ ഫ്ലൂയിഡ് അമോലെഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിലും ലഭിക്കുന്നത്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേർവ്ഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിലും അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ OnePlus 8 Pro എന്ന സ്മാർട്ട് ഫോൺ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് റിഫ്രഷ് റേറ്റ് 120 Hz, 90 Hz, 60 Hz അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്ത് ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനും OnePlus 8 Pro എന്ന സ്മാർട്ട് ഫോണിൽ അവർ കൊടുത്തിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് ഗോറില്ല ഗ്ലാസ് 6 ആണ് ഫ്രണ്ട് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ റിയർ സൈഡിൽ ഗോറില്ല ഗ്ലാസ് 5ഉം കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്വാൾകോമിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്സെറ്റ് ആയിട്ടുള്ള ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 865 തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിലും വരുന്നത്. അതുപോലെ തന്നെ 6GB, 8GB, 12GB റാം വേരിയൻസും 120GBയും 256GB ഇൻറ്റേർണൽ സ്റ്റോറേജ് വേരിയൻസും ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു അപ്ഗ്രേഡിങ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്കൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പിലാണ് വരുന്നത്. സോ പ്രൈമറി ആയിട്ട് നമുക്ക് 64 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറാണ് ലഭിക്കുന്നത് എന്നാണ് ലീക്സിൽ നിന്ന് അറിയാൻ സാധിച്ചത്. f1.6 ആണ് അപ്പർച്ചർ വരുന്നത്. പിന്നെ ഒരു 16 മെഗാപിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് 3x ഒപ്റ്റിക്കൽ സൂം ലഭിക്കുന്നുണ്ട്. ഒപ്പം 20 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ലെൻസും പിന്നെ ഒരു 3D ഡെപ്ത് സെൻസിങ് സെൻസറും നമുക്ക് അവൈലബിൾ ആണ്. സെൽഫി ക്യാമറ 32 മെഗാപിക്സൽ തന്നെയാണ് വരുന്നത്. f2.0 ആണ് അപ്പർച്ചർ വരുന്നത്. പല ലീക്സും പറയുന്നത് OnePlus 8 Pro എന്ന സ്മാർട്ട് ഫോൺ നമുക്ക് ഡുവൽ സെൽഫി ക്യാമറ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിനെക്കുറിച്ചുള്ള ഒരു കൺഫേം ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. ബാറ്ററിയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് രണ്ട് സ്മാർട്ട് ഫോണുകളെ അപേക്ഷിച്ച് ഒരു അപ്ഗ്രേഡിംഗ് ഉണ്ട്. 4500 mAh ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ബാറ്ററി നൽകിയിട്ടുള്ളത്. ഒപ്പം 50 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 30 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ്ങും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു നെഗറ്റീവ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത്, ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് ലഭിക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ OnePlus 8 സീരീസിലെ 8 Lite, 8 Pro എന്നീ സ്മാർട്ട് ഫോണുകളുടെ വിശേഷങ്ങൾ. പിന്നെ എല്ലാ സ്മാർട്ട് ഫോണിലും നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ലഭിക്കുന്നുണ്ട്. ഇനി നമ്മൾ പ്രൈസിങ്ങും ലോഞ്ചിങ് ഡേറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ OnePlus 8 Liteന് പ്രൈസ് വരുന്നത് 29,999 റുപ്പീസാണ്. സോ ഏകദേശം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കണക്കിലെടുക്കാം. അതുപോലെ തന്നെ 8ന് നമുക്ക് പ്രൈസ് വരുന്നത് 43,000 ആണ്. ആൻഡ് OnePlus 8 Proൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 50,000 ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ലോഞ്ചിങ് ഡേറ്റ് കറക്റ്റായിട്ട് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. എങ്കിലും ഒരു April 2nd വീക്കിനായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണുകളുടെ ലോഞ്ചിങ് ഡേറ്റ് എന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ചിലപ്പോൾ OnePlus 8 and 8 Proയുടെ ഒപ്പമായിരിക്കില്ല OnePlus 8 Lite ലോഞ്ച് ചെയ്യുക. അത് സെപ്പറേറ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ OnePlus 8 സീരീസിലെ 3 സ്മാർട്ട് ഫോണുകളുടെയും വിശേഷങ്ങൾ. ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മികച്ച സ്പെസിഫിക്കേഷൻസ് തന്നെയാണ് 3 സ്മാർട്ട് ഫോണുകളും കൊണ്ടുവന്നിട്ടുള്ളത്. എസ്പെഷ്യലി OnePlus 8 Lite എന്ന സ്മാർട്ട് ഫോൺ 5G സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയായിരിക്കും OnePlus 8 Lite. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. 3 സ്മാർട്ട് ഫോണുകൾ ഉണ്ടായതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയത്, നിങ്ങൾ ക്ഷമിക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അപ്പുറത്ത് വരുന്ന ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാം. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാം. സോ നമുക്ക് 4-5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ഗുഡ് ബൈ.